ഒരു മനുഷ്യന് അള്ളാഹുവിലേക്ക് അടുക്കാൻ പാരത്രിക ലോകത്ത് ഏറ്റവും വലിയ സ്ഥാനം ലഭിക്കാൻ പറ്റിയ സൽക്കർമ്മം ഏതാണ്? മഹാനായ ഖുത്ബുൽ അഖ്താബ് ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവിടുത്തെ ആദ്യകാലത്ത് പടച്ച റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടി ഏത് കർമ്മമാണ് ഞാൻ ചെയ്യേണ്ടത്? കൂടുതൽ നിസ്കരിക്കുകയാണോ? അതിൽ കൂടുതൽ നോമ്പാ? എന്താ ഞാൻ ചെയ്യേണ്ടത്? അള്ളാഹുവിലേക്ക് അടുക്കലാണ് ലക്ഷ്യം. ജഗനിയന്താവായ പടച്ച ഖാലിഖായ അള്ളാഹുവിലേക്ക് അടുക്കാൻ, അവിടുത്തെ മുഹിബ്ബാവാൻ, അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു അടിമയായി തീരാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു കുറേ ആലോചിച്ചു. പല ചരിത്രങ്ങളും പല മഹാന്മാരുടെയും ചരിത്രങ്ങൾ വായിച്ചു പഠിച്ചു. മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ പറയുന്നു, അള്ളാഹുവിലേക്ക് അടുക്കാൻ ദുനിയാവിൽ ഏറ്റവും പറ്റിയ വലിയ സൽക്കർമ്മം ഭക്ഷണം കൊടുക്കുക എന്നതാണ്. അത്രത്തോളം പടച്ച റബ്ബിന് ഇഷ്ടമുള്ള താല്പര്യമുള്ള അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റിയ ഒരു കാര്യവും ഞാൻ കണ്ടില്ല എന്ന് മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഒരു ചോദ്യമുണ്ട്, അയ്യുൽ ഇസ്ലാമി ഖൈറുൻ, ഇസ്ലാമിൽ നിന്ന് ഏറ്റവും ഖൈറായ കാര്യം ഏതാണ്? അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെടുമ്പോൾ അവിടുന്ന് കൊടുത്ത മറുപടി ഭക്ഷണം കൊടുക്കലാണ്, ഭക്ഷണം ഭക്ഷിപ്പിക്കലാണ്. അത് മുസ്ലിമീങ്ങൾക്കാവാം, അമുസ്ലിമീങ്ങൾക്കാവാം, പാവപ്പെട്ടവർക്കാവാം. ഏതൊരാൾക്ക് ഭക്ഷണം കൊടുത്താലും മനുഷ്യേതര ജീവികൾക്ക് കൊടുത്താലും അത് വലിയ സൽക്കർമ്മമാണ്. പടച്ച റബ്ബിലേക്ക് അടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യമാണെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ വീട്ടിൽ എല്ലാ വർഷവും ഇതുപോലെ വിപുലമായി ഭക്ഷണം കൊടുക്കുന്ന ഒരു വലിയ പരിപാടിയാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാവട്ടെ. ഇതിന്റെ പ്രതിഫലം ഇവരുടെ മരണപ്പെട്ടു പോയ അളിയന്റെ ഉമ്മ ഉപ്പ, അതേപോലെ ആരൊക്കെയും വീടുമായി ബന്ധപ്പെട്ട നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ആരൊക്കെയും മരണപ്പെട്ടു പോയോ അവരുടെയൊക്കെ ഖബറിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കുമാറാവട്ടെ.